ദൈവമായ കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നല്ല അനുഗ്രഹീതമായ രാത്രിക്കായി വീണ്ടും കർത്താവിനെ സ്തുതിക്കുന്നു, വീണ്ടും കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. നമുക്ക് ഒരുമിച്ച് ദൈവസിദ്ധിയിലായിരിക്കാൻ കർത്താവ് എന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നല്ല അനുഗ്രഹിക്കപ്പെട്ട സമയം ദാസൻ ഷൈൻ മാത്യു കുടുംബം ദൈവം അനുഗ്രഹിക്കട്ടെ. പങ്കുചേർന്നിരിക്കുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. വാത്സല്യ സായൻചാന്റെ കുടുംബം കുഞ്ഞുങ്ങളെല്ലാത്തുണ്ട്, ദൈവം കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കട്ടെ. അവരെ കണ്ട വലിയ സന്തോഷം. എല്ലാവരെയും ഓർക്കുന്നു. എല്ലാവർക്കും വന്ദനം. ദൈവം നമ്മളെ സഹായിക്കുന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാൻ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഒരുമിച്ചുള്ള ഈ കൂട്ടായ്മ ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമാക്കിയാണ് സഹായിച്ചാണ്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. അപ്പൊ നമ്മൾ ഇന്നലെ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം ചിന്തിച്ചു. 1-ാം അധ്യായം നമ്മൾ പ്രധാനമായും ചിന്തിച്ചത് ആദിയിലെ ദൈവമായിരിക്കണം. 2, സമുദ്രം. ദൈവം സമുദ്രം സൃഷ്ടിച്ചു. God created the ocean. പക്ഷെ ആ ഒരു ചിന്ത നമ്മളെ പഠിപ്പിക്കേണ്ടത് we should not worship the creatures, but we have to worship the creator. അതാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്നിട്ട് നാം പഠിച്ചു, സമുദ്രം അഥവാ ആ ഒരു കടല് സൃഷ്ടിച്ച ദൈവം അതിലിട്ടിട്ടുണ്ട്, ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടുണ്ട്. യു ക്യാൻ കം ടിൽ ദിസ് ഏരിയ, യു ഷുഡ് നോട്ട് ക്രോസ് ബിയോണ്ട് ദിസ് എന്നുള്ള ഒരു ബൗണ്ടറി. അപ്പൊ ദൈവം സമുദ്രത്തിന് മാത്രമല്ല നമ്മൾ അതിൽ വെച്ചിട്ടുണ്ട്, ഒരു ബൗണ്ടറി വെച്ചിട്ടുണ്ട്. ബൗണ്ടറി വെച്ച് നമ്മളെ സൂക്ഷിക്കുന്നത് കർത്താവാണ്. ബൗണ്ടറി വെച്ച് സൂക്ഷിക്കുക മാത്രമല്ല കർത്താവ് ചെയ്യുക, നമ്മുടെ ബൗണ്ടറികളെ ദൈവം എക്സ്പാൻഡ് ചെയ്യുന്ന, അതിരുകളെ വിശാലമാക്കുന്ന ദൈവം. പിന്നെ നാം കാണുന്നു, മനുഷ്യനെ ദൈവം ബന്ധത്തിലാണ് സൃഷ്ടിച്ചത്, ദൈവികമായ ബന്ധത്തിൽ. In his image for created. So his image is nothing but the Trinitarian God. That is his attribute for created with the capacity to love and to be loved. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടുവാനുള്ള ഒരു കപ്പാസിറ്റി ദൈവം മനുഷ്യനെ കൊടുത്തു. ആ കപ്പാസിറ്റിയിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതാണ് നമ്മൾ 2-ാം അധ്യായത്തിൽ 1-ാം അധ്യായത്തിൽ കണ്ടത്. അതുകൊണ്ട് 24-ാമത്തെ വാക്യത്തിൽ കാണുന്നു, Genesis chapter 2 verse 24. അതുകൊണ്ട് പുരുഷൻ അപ്പനെ അമ്മയും വിട്ട്, therefore man shall leave his father and his mother and hold fast to his wife, and they shall become one flesh. Man shall leave his father and mother. Of course, there is father. Then we can see the father, presence of the father, that is the father, our Abba Father, Jehovah Jireh. പക്ഷെ അമ്മ അവിടെ ഇല്ല. പുരുഷൻ he has to leave man shall leave his father and his mother. നമ്മളവിടെ അമ്മയെ കാണുന്നില്ല. പക്ഷെ അമ്മ എന്നുള്ള ആ ഒരു വാക്കോടെ പറയുമ്പോൾ that became a prophecy. ആ പ്രോഫസി ഫുൾഫിൽ ചെയ്യുന്നത് ക്രിസ്തുവിന്റെ ക്രൂശിലാണ്. പുരുഷൻ അപ്പനെ വിളിച്ചു, എലോഹി അലോഹി ലമ്മ ശബക്താനി, എന്റെ ദൈവമേ അങ്ങനെ കൈവിട്ടത്. പുരുഷൻ ക്രിസ്തു അപ്പനാൽ കൈവിടപ്പെടുകയാണ്. എന്നിട്ട് ക്രൂശിന്റെ ചോട്ടിൽ നിന്ന് അമ്മയോട് പറയുന്നു, യോഹന്നാനെ നോക്കി, ഇതാ നിന്റെ മകനാണ്. യോഹന്നാനോട് പറയുന്നത്, ഇതാ നിന്റെ അമ്മയാണ്. പുരുഷൻ അപ്പനെയും അമ്മയും വിട്ടു. എന്നിട്ട് യേശു കർത്താവ് ക്രൂശിൽ ചെയ്തൊരു കാര്യം, തന്റെ സ്വന്തം ശിരസ് തോളോട് ചേർക്കുകയാണ്. സഭ ക്രിസ്തുവിന്റെ ശരീരമാണ്. Church is the body of the Christ, and Christ is the head of the church, and they shall become one flesh. ക്രിസ്തു സഭയും ഒന്നായി മാറും. അപ്പോൾ പടയാളി വന്നിട്ട് വിലാപ്പുറം കുത്തി തുറക്കും, രക്തവും വെള്ളവും വരും. 1-ാമത്തെ ആദം ഏതെല്ലാം ഏകാന്തതയെ അനുഭവിച്ചപ്പോൾ ആദത്തിന് ഒരു ഗാഠനിദ്ര കൊടുത്തിട്ട് അവന് വിലാപ്പുറത്തു നിന്ന് ഒരു ഹൗവയെ എടുത്തു. ഇതുപോലെ ക്രിസ്തുവിന്റെ വിലാപ്പുറം തുറന്നപ്പോൾ ആ ഹൗവയാണ് സഭ. ആ സഭയെ നോക്കി കർത്താവ് പറയുന്നു, നിന്നെ ഞാൻ ഒരിക്കലും കൈവിടുകയില്ല. കാരണം ഉപേക്ഷണത്തിന്റെ വേദനയും നൊമ്പലും എല്ലാം അനുഭവിച്ചത് ക്രിസ്തുവാണ്. അതുകൊണ്ട് തന്നെ അതെല്ലാം അറിഞ്ഞ് ക്രിസ്തു പറയാനൊരു കാര്യം, I shall never leave you nor forsake you. ഞാൻ നിന്നെ ഒരിക്കലും കൈവിടത്തില്ല, ഉപേക്ഷിക്കും. ആ ക്രിസ്തു വചനങ്ങൾക്ക് വലിയ ശക്തിയാണ്. കാരണം അത് മനുഷ്യന്റെ അനുഭവമാണ്. ഇനി അടുത്തൊരു കാര്യം,
25 പാപത്തിന് മുമ്പും പാപത്തിന് ശേഷവും ഭയങ്കര ശിക്ഷയിച്ചാണ്. എന്താണ് പാപത്തിന് മുമ്പ് കാണുക? മനുഷ്യനും ഭാര്യ ഇരുവരും നഗ്നരായിരുന്നു, അവർക്ക് നാണം തോന്നിയില്ലായിരുന്നു. And the man and his wife were both naked and were not ashamed. They were naked, but they were not ashamed. പാപത്തിന് തൊട്ട് മുമ്പ് 2-ാം അധ്യായത്തിൽ അവർ നഗ്നരായിരുന്നു, പക്ഷെ അവർക്ക് നാണമില്ല. They were naked, but they were not ashamed. പക്ഷെ പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്കുണ്ടായ കോൺസിക്വൻസ് എന്താ? അവർ ദൈവത്തിന്റെ ഒച്ച കേട്ടു. And they heard the sound of the Lord God walking in the garden in the cool of the day. And the man and his wife hid themselves from the presence of the Lord God among the trees of the garden. But the Lord God called to the man, said to him, "Where are you?" And he said, "I heard the sound of you in the garden, and I was afraid because I was naked and I hid myself." And soon after the sin, there was a consequence of the sin, that is nothing but they could realize that they were naked and they were afraid. ഫിയർ, ഭയം എന്നൊരു വാക്കവിടെ കാണുക. എന്തുകൊണ്ടാണ് അവർ ഭയപ്പെട്ടത്? അവർ നഗ്നതയെ ഭയപ്പെട്ടു. പക്ഷെ പാപത്തിന് മുമ്പോ അവർ നഗ്നരായിരുന്നു. They were naked. But they did not have any fear. They were not ashamed. But soon after the sin, they realized that they were naked and they were afraid. Why? And they hid themselves. എന്താണ് പറ്റിയത്? അവർക്ക് ഒത്തിരി മറയ്ക്കാനുണ്ടായി. They have something to cover. പക്ഷെ പാപത്തിന് മുമ്പോ അവർക്കൊന്നും മറയ്ക്കാനില്ല. അത് വലിയൊരു കാര്യമാണ്. നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. അവർ ദമ്പതികളാണ്, അവരുടെ ജീവിതമാണ്, പക്ഷെ അവർക്ക് മറയ്ക്കാനൊന്നുമില്ല, രഹസ്യങ്ങളില്ല, ഒന്നും മറയ്ക്കാൻ. എനിക്ക് ഏറ്റവും വലിയ ഒരു ആദരവ് ക്രിസ്തുവിനോട് തോന്നുന്നത് 33 വയസ്സ്. When he was dead, he died, he was only 33 years old. An young man, handsome, energetic young man. He was naked on the cross. എന്താണ് ആ ക്രൂശിന് പറയാനുള്ളത്? I did not have anything to hide from you, from the world. I did not have anything to hide. If a man doesn't have anything to hide, he doesn't feel any fear. Nothing to hide. ഇത് വലിയൊരു ഗൗരവമായ കാര്യമാണ്. നമ്മളും ജീവിക്കണം. എന്താണ്? നമുക്കൊന്നും മറയ്ക്കാനില്ലാത്തവരായി ജീവിക്കണം. ഒന്നും മറയ്ക്കാനുള്ളവർക്ക് if there is something, somebody has something to hide, cover. ഞാൻ ഉദ്ദേശിക്കുന്ന അവിടെ നേക്കഡ്നെസ് എന്നുള്ളത് നമ്മുടെ തുണി കൊണ്ട് മറയ്ക്കുന്ന നഗ്നതയെ കുറിച്ചല്ല ഇവിടെ പറയുക. നമ്മുടെ സാരിയോ ചുരിദാറോ അല്ല ഇവിടെ പറയുക. അതല്ല അവിടുത്തെ വിഷയം. അവിടുത്തെ വിഷയം നമുക്കൊന്നും മറയ്ക്കാനില്ലെന്നുള്ളത്. ഞാനിത് പറയുമ്പോൾ വളരെ ഗൗരവമായിട്ട് ഓർക്കണം. ഇന്ന് മനുഷ്യന് ഒത്തിരി മറകൾ ഉണ്ടെന്നുള്ളതാണ് പ്രശ്നം. ഒത്തിരി കാര്യങ്ങൾ മറയ്ക്കാനുള്ളവരാ മനുഷ്യൻ. ഭാര്യയിൽ നിന്ന് മറയ്ക്കാൻ ഭർത്താവിന് ഒത്തിരി കാര്യങ്ങൾ, ഭർത്താവിൽ നിന്ന് മറയ്ക്കാൻ ഭാര്യയ്ക്ക്, പേരൻസിൽ നിന്ന് മറയ്ക്കാൻ കുഞ്ഞുങ്ങൾക്ക്, കുഞ്ഞുങ്ങളിൽ നിന്ന് മറയ്ക്കാൻ പേരൻസ്. ഭയമുണ്ടാകും, മറയ്ക്കാനില്ല ജീവിക്കും. നമ്മുടെ ഫോണിൽ വിളിച്ചിട്ട് ഡിലീറ്റ് ചെയ്യേണ്ടതാ, ഒന്നും ഉണ്ടാകുക. നമ്മുടെ മെസ്സേജുകൾ ഓപ്പൺ ആയിരിക്കണം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, ദൈവമേ എൻ്റെ എല്ലാ കാര്യങ്ങളും മറയ്ക്കാനൊന്നുമില്ല ജീവിക്കും. മറയ്ക്കാനുള്ളവർക്കൊന്നും ഭയം ഉണ്ടാകും. ഞാൻ സാറിന് പറഞ്ഞ ഉദാഹരണം, ഒരു ഭർത്താവും ഭാര്യയും കൂടി ഭയങ്കര സ്നേഹമാണ്. എവിടെയോ വായിച്ചപ്പോൾ കിട്ടിയതാണ്. ഭയങ്കര സ്നേഹമായി. അപ്പം ഈ ഭാര്യയ്ക്ക് ഒരു അസുഖം വന്ന് മരിക്കാറായി. അപ്പോൾ ഭർത്താവ് എന്ന് ഈ ഭാര്യ എടുത്ത് പോയിരിക്കും. എപ്പോഴും അടുത്ത് ശുശ്രൂഷിക്കുക. കാണാൻ ചെല്ലുന്നവർക്കൊക്കെ അങ്ങ് കുശുമ്പായി. സൗകര്യമാരെ അവരെ കാണാൻ പോയ കെട്ടിയന്മാരുടെ തോടിട്ട് പറഞ്ഞു, കണ്ടുപിടിക്കും കണ്ടോ അവരുടെ സ്നേഹം. നിങ്ങൾ അതുപോലാണ്. അടുത്തിട്ട് സ്നേഹിക്കുന്ന, അയ്യോ കണ്ടുപഠിക്കും മനുഷ്യ, കണ്ടുപഠിക്കും. അങ്ങനെ ഭയങ്കര സ്നേഹം. അവർ മരിക്കാറായി. അപ്പൊ അവര് സ്നേഹം കൂടിയപ്പോൾ ഭർത്താവോട് പറഞ്ഞു, അച്ഛൻ ഞാൻ മരിക്കും. സാധാരണ ഭാര്യമാരൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇനി നിങ്ങൾ കെട്ടത്തില്ലെന്ന് സത്യം ചെയ്യണം. പക്ഷെ ഈ ഭാര്യ പറഞ്ഞത് അങ്ങനെയല്ല, നിങ്ങൾ കെട്ടണം. നീ അങ്ങനെ പറയരുത്, ഒരിക്കലും കല്യാണം അങ്ങനല്ല ചേട്ടൻ കെട്ടണം. ആ കെട്ടി വരുന്ന പെണ്ണിന്റെ കഴുത്തില്
ചേട്ടൻ എന്റെ നെക്ലേസ് ഊരി അവിടെ കഴുത്തേക്കിടണം. എന്നിട്ട് ഈ കാതിപ്പൂരി അവിടെ കഴുത്തേക്കിടണം, ഈ കമ്മല്. എന്നിട്ട് ഈ മൂക്കുത്തി കൂടി അവിടെ മൂക്കെ കുത്തണം. ഇതെല്ലാം പറഞ്ഞു വന്നിട്ട് പറഞ്ഞു, ചേട്ടാ ചേട്ടാ ചേട്ടാ. എന്നിട്ട് ഈ വള ഊരി അവിടെ കയ്യെ ഇടണം. പെട്ടെന്ന് ഈ ചേട്ടൻ പറഞ്ഞു, ഈ വള അവിടെ കയ്യെ കയറത്തില്ല. പിടി കിട്ടിയോ? ഈ വള അവിടെ കയ്യെ കയറത്തില്ല. ഈ ഭാര്യയുടെ അടുത്തിരുന്ന് കൈ തലോടുമ്പോഴും അയാൾക്ക് വണ്ണമുള്ളൊരു കൈ ഉണ്ടായിരുന്നു, അറിയാതെ ഇങ്ങനെ പറഞ്ഞു പോയത്. അപ്പൊ എപ്പോഴും ഇതാണ് വിഷയം. എന്തെങ്കിലുമൊക്കെ മറയ്ക്കാനുണ്ടെങ്കിൽ അത് എപ്പോഴെങ്കിലുമൊക്കെ പുറത്തു വരും. അതിലായി ചമ്മന്നേ. അവൻ മറകളില്ലാതെ ജീവിക്കണം, മറകളില്ലാതെ ജീവിക്കണം. വേണ്ടേ? എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച് മറയില്ലാതെ ജീവിക്കണം. നമ്മൾ മരിക്കാൻ നേരത്തെ നമുക്ക് പറയാൻ കഴിയണം, എനിക്ക് ആരെയും ഒന്നും മറയ്ക്കാനില്ല, എനിക്കൊന്നും മറയ്ക്കാനില്ല. ഞാനൊരു തുറന്ന പുസ്തകമാണ്, എനിക്ക് രഹസ്യങ്ങൾ. ഞാൻ പറഞ്ഞ രഹസ്യങ്ങൾ എന്താ? എനിക്കൊന്നും ആരെയും മറയ്ക്കാനില്ലാത്തവർക്ക് എന്താ പേടിക്കും? അവിടെ ഭയമില്ല. എന്തൊക്കെയോ മറകൾ വരുമ്പോഴാണ് ഭയം. എത്ര പേരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കും? കുഞ്ഞുങ്ങളുടെ പേരൻസിൽ നിന്ന് അവർക്ക് മറയ്ക്കാൻ ഒന്നും കാണരുത്. പേരൻസിൽ നിന്ന് മറയ്ക്കാനില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് എന്താ പേടിക്കാനുള്ളത്? ഇതുപോലെ സർവശക്തന്റെ ദൈവത്തിന്റെ മുമ്പിൽ വരുമ്പോൾ നമുക്കും പറയാൻ കഴിയണം, എനിക്ക് അങ്ങയിൽ നിന്നൊന്നും മറയ്ക്കാനില്ല, എനിക്ക് അങ്ങയിൽ നിന്നൊന്നും മറയ്ക്കാനില്ല, എനിക്ക് അങ്ങയിൽ നിന്നൊന്നും മറയ്ക്കാനില്ല. അങ്ങയിൽ നിന്നും മറയ്ക്കാനില്ലാത്തവർക്ക് പേടിക്കാനില്ല. ദൈവത്തിന്റെ സ്തോത്രം ചെയ്തേ. ഒന്നും മറയ്ക്കാനില്ല. ഹല്ലേലൂയ. ഒരു തുറന്ന പുസ്തകമായിട്ട് ജീവിക്കാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതം ക്രിസ്തുവിൽ ഏറെ. മൂന്നാമത്തെ അതിലേക്ക് വരുമ്പോൾ പാപം ചെയ്യും. എന്താണ് പാപം? അവര് അവിടെ മിസ്യൂസ് ദെയർ ഫ്രീഡം. ദൈവം മനുഷ്യന് ഫ്രീ വിൽ കൊടുത്തിട്ടുണ്ട്. ഹി ഹാസ് ദ ഫ്രീഡം ടു ചൂസ്. പക്ഷെ ഇന്ന് മനുഷ്യന്റെ പ്രശ്നം ആ ഫ്രീഡത്തെ മിസ്യൂസ് ചെയ്യുക. എല്ലാവർക്കും ദൈവം ഫ്രീഡം കൊടുത്തിട്ടുണ്ട്. തിന്മയും നന്മയും, ദ ഗുഡ് ആൻഡ് ഈവിൾ, ദാറ്റ് ഈസ് ഓൾവേസ് സെറ്റ് ബിഫോർ us. And we are supposed to choose. When we choose life, choose good. If we choose good, we will get life and we will get blessing. If we choose evil, we will get death and curse. So it is up to us. We can choose. We have the freedom to choose, but we should not misuse the freedom. That is very important. We should not misuse the freedom. ഇന്ന് എല്ലാ മനുഷ്യന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് റൈറ്റ് ആൻഡ് വാട്ട് ഇസ് റോങ്. അവർക്ക് ശരികള് ഭൂരിപക്ഷത്തിന് ശരിയാണ്. മെജോറിറ്റി ചെയ്യുന്നത് എന്താണോ അതാണ് അവരുടെ ശരി. മനസ്സിലാവുന്നില്ല. ആർക്കും ആരെയും കൺവിൻസ് ചെയ്യണം. കുടിക്കരുത്. വാട്ട്സ് റോങ്? നമ്മളിപ്പോ കുടിക്കാന്നൊക്കെ പറഞ്ഞാൽ ബന്ധപ്പെടും. കഴിഞ്ഞ ദിവസം മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന, കഞ്ചാവ് ഉപയോഗിക്കുന്ന ഒരു കൊച്ചൻ പറയും, give me a single reason which is convincing for me to stop it. ഞാൻ പറഞ്ഞു, നിന്റെ ശരീരം, your body is the temple of the Lord. Hey, I don't want to hear all that stuff. Apart from that, there are countries അവിടെ ഇത് മെഡിക്കൽ marijuana എന്താണ് അത് ലീഗലൈസ്ഡ് ആണ്. സോ ഗീവ് മീ എ സിംഗിൾ റീസൺ. ശരികള് ഭൂരിപക്ഷത്തിന് ശരിയാണ്. വളരെ ഇച്ചിരി ഡ്രസ്സ് മാത്രം ഇട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുക പെൺകുട്ടികൾ. അവരോട് ചോദിച്ചു സംസാരിച്ചു. They will say, what's wrong in it? It's my freedom. I have the freedom. I have the freedom. പക്ഷെ freedom should not, we should not misuse the freedom. We are accountable. ഫ്രീഡം എന്ന് പറയുന്നത് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. Though we are free, നമ്മളെ കർത്താവ് ബോണ്ട് ചെയ്ത് പുറത്തു വന്നു, നമ്മൾ സ്വതന്ത്രരാണ്. പക്ഷെ അത് നമ്മുടെ ഇഷ്ടംപോലെ ജീവിക്കാനുള്ള ലൈസൻസ് അല്ല. ഇവിടെയാണ് അവർക്ക് പറ്റിയത്. അവര് തിന്മ തെരഞ്ഞെടുത്തു. അതുകൊണ്ട് ശരിയും തെറ്റും, നന്മയും തിന്മയും എപ്പോഴും മുമ്പിലും. ആരാ തെരഞ്ഞെടുക്കേണ്ടത്? നമ്മളെ തെരഞ്ഞെടുക്കും. അതുകൊണ്ടാണ് ദൈവം കൈനോട് പറയുന്നത്, കൈൻ,
Sin is crouching at your door. And it desires to have you. But you must master it. പാപത്തിന്റെ വാതിൽ കിടക്കുക. And it desires to have you. അത് നിന്നെ കീഴടക്കാൻ നോക്കുക. You must master it. It is we supposed to master it. പ്രിയമുള്ളവരെ, വളരെ കൃത്യമായിട്ട് പറയട്ടെ, നമ്മൾ വേണം അതിനെ കീഴടക്കാൻ. നമ്മുടെ ഡോഴ്സ് എന്തൊക്കെയാണ്? പാപം നമ്മുടെ വാതിൽക്കൽ കിടക്കുകയാണ്. ഏതിന്റെ വാതിൽക്കൽ? നമ്മുടെ we have 5 doors. പഞ്ചേന്ദ്രിയങ്ങളാണ്. 5 senses of the human body. എന്തൊക്കെയാ? കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, സ്കിൻ and the ear. ഇതല്ലേ? We have 5 senses. Which are they? കണ്ണ്, മൂക്ക്, നാക്ക്, സ്കിൻ and ear, ചെവി. ഈ 5 വാതിൽക്കലും എപ്പോഴും പാപം കിടപ്പുണ്ട് എല്ലാവരുടെ കാഴ്ച. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നമ്മൾ വാതിലുകളെ അടച്ചിടും. അതുകൊണ്ടാണ് വേദം പറയുന്നത് നടുവിൽ പാപം ചെയ്യാതിരിക്കും. എപ്പോഴും നമ്മുടെ മുമ്പിൽ ഈ പാപം നിൽക്കുകയാണ് എല്ലാ മനുഷ്യന്റെയും. അതുകൊണ്ട് ഈ വാതിലുകൾ അടച്ച് ജീവിക്കണം. തിന്മയ്ക്കെതിരെ വാതിലുകൾ അടച്ചു. ഞാൻ കുഞ്ഞുങ്ങളൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്. രാവിലെ പോയിട്ട് നമ്മളെ വാതിൽ തുറക്കുക. വെളുപ്പിനെ ഇവൻ UK യു മേ നോട്ട് എക്സ്പീരിയൻസ് ഓൾ ദാറ്റ് സ്റ്റഫ്. പക്ഷെ കേരളത്തിലൊക്കെ സംഭവിക്കാറുണ്ട്. രാവിലെ ഒന്ന് വാല് തുറക്കുമ്പോൾ പാമ്പെന്ന് പറഞ്ഞാൽ വെറും ചുമ്മാ പാമ്പ്, പന്നപ്പാമ്പൊന്നും അല്ല. കിങ് കോബ്ര ഇങ്ങനെ നിൽക്കുക. പേടിക്കോ? അതോ ചിരിച്ചോണ്ട് നിൽക്കോ? കിങ് കോബ്ര, ദ റിയൽ കോബ്ര. അതിങ്ങനെ ഇങ്ങനെ നിന്നാൽ നമ്മളെന്തോ ചെയ്യും? അല്ല, എന്തോ ചെയ്യും? വാട്ട് യു വിൽ ഡു? വാട്ട് വിൽ ബി യുവർ റെസ്പോൺസ്? പെട്ടെന്ന് കഥ എന്ത് ചെയ്യും? അടയ്ക്കും. വിൽ ക്ലോസ് അവർ ഡോർസ്. അടയ്ക്കത്തില്ലേ? അടയ്ക്കും. അതോ ഇന്ന് ഈ പിള്ളേരെല്ലാം എപ്പോഴും സെൽഫി എടുക്കുന്ന പിള്ളേരെ. ആർക്കെങ്കിലും ധൈര്യം ഉണ്ടോ? ഓടിപ്പോയി പാമ്പിന്റെ കൂടെ നിന്നൊരു സെൽഫി എടുക്കും. ഹായ് കമാ, ഒരു സെൽഫി എടുത്താൽ ഗുണമുണ്ട്. പോസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ലൈക്ക് കിട്ടും. പക്ഷെ അത് നിങ്ങളുടെ ഒടുക്കത്തെ പോസ്റ്റ് ആയിരിക്കും, ലാസ്റ്റ് പോസ്റ്റ് ആയിരിക്കും. പിന്നെ നിങ്ങൾ പോസ്റ്റ് ചെയ്യത്തില്ല. അപ്പൊ നമ്മളെന്ത് ചെയ്യും? പേടിച്ചിട്ട് എന്ത് ചെയ്യും? വാതിലടയ്ക്കും. അത് കാര്യമാണ് സംഗീതക്കാരൻ പറയാം, അടുക്കി ക്ലോസ് ചെയ്തു. വളരെ ഗൗരവമായിട്ട് ഓർക്കേണ്ട കാര്യം. നടുങ്ങുകയും ആൻഡ് ക്ലോസ് ദ ഡോർസ്. പാപത്തിനെതിരെ വാതിൽ അടഞ്ഞിരിക്കും. നമ്മുടെ ഈ സെൻസസിനെ നമ്മൾ ഓപ്പൺ ചെയ്യാത്തത്തോളം കാലം നമ്മുടെ അകത്ത് കയറണം. വലിയ പാടാണ് ഇതിലേക്ക്. മെസ്സേജ് ചെയ്യുന്നത് അത്ര ഈസി ഒന്നും. സ്ട്രഗിൾസ് ഉണ്ടാകാം, ഫെയിലിയേഴ്സ് ഉണ്ടാകാം. ഫെയിലിയേഴ്സ് ഉണ്ടാകത്തില്ലെന്ന് ഞാൻ പറയത്തില്ല, ഞാനും മനുഷ്യനാണ്. പക്ഷെ നമുക്ക് അപ്പോഴും ഫെയിലർ ആയതുകൊണ്ട് എന്നും ഫെയിലാകാൻ വേണ്ടിയല്ല. ദൈവമേ പറ്റിപ്പോയി, ക്ഷമിക്കണേ, എന്നെയും സഹായിക്കണേ. ഒട്ടനെ റിക്കൺസൈൽ ചെയ്യണം, റിപ്പന്റ് ചെയ്യണം, കൺഫ്യൂസ് ചെയ്യണം, യേശുവിന്റെ രക്തത്തെ ചോദിക്കണം, ശുദ്ധീകരിക്കണം. അങ്ങനെ യേശുവിന്റെ രക്തം നമ്മൾ ചോദിച്ചു വാങ്ങിച്ച നമ്മളെപ്പോഴും ഇതിന്റെ പരിശുദ്ധ രക്തം നമ്മളെ ഇങ്ങനെ സാങ്ക്ടിഫൈ ചെയ്യുന്നുണ്ട്. അതൊരു ഗ്രോത്ത് ആണ്, ഹോൾനെസ്സിലേക്കുള്ള. എത്ര പേരുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കും, ദൈവമേ എനിക്കെപ്പോഴും എൻ്റെ സെൻസസിനെയൊക്കെ ഒന്ന് ക്ലോസ് ചെയ്യാം പാപത്തിൽ, എന്നിട്ട് ഇത് ഓപ്പൺ ചെയ്യണം. എന്തിന്? നീതിക്ക് വേണ്ടി. നമ്മുടെ കണ്ണുകൾ ഇനി കാണണം ദൈവത്തിന്റെ മഹത്വത്തെ. നമ്മുടെ കണ്ണുകൾ കാണണം ഹെവൻലി വിഷൻസ്. നമ്മുടെ ചെവികൾ കേൾക്കണം ഗോഡ്സ് വോയിസ്. സൺ, ഡോട്ടർ,
വേക്കം. ശമൂവേൽ കേട്ടതുപോലെ we could hear the voice of the Lord. അതിനുവേണ്ടി നമ്മൾ ചെവിയെ തുറന്നു. നമ്മുടെ കൈകൾ കൊണ്ട് ഒരാളെ തൊട്ടാൽ സൗഖ്യം. എത്ര പേർ ദൈവത്തോട് പ്രാർത്ഥിക്കും? എനിക്ക് പാപം കാണുന്നില്ല. I don't want to see all the filthy stuff. പക്ഷെ എന്റെ കണ്ണുകൾ കൊണ്ട് യേശുവിനെ കാണും. എന്റെ ചെവികൾ കൊണ്ട് കർത്താവിന്റെ ശബ്ദം കേൾക്കും. എന്റെ നാവ് കൊണ്ട് യേശു ക്രിസ്തുവിനെ കുറിച്ച് സംസാരിക്കും. പ്രാർത്ഥിച്ച്, ദൈവമേ, ഞാൻ അതിനുവേണ്ടി എന്നെ സറണ്ടർ ചെയ്യുക. നമ്മൾ വളരെ ശാന്തമായിട്ട് കർത്താവിന് അതിനു മുമ്പ് തങ്ങൾ എനിക്ക് ഭയങ്കര ഒരു ചലഞ്ചാണ്. ഈ 2-ാം അധ്യായത്തിൽ തീരുമ്പോൾ പാപത്തിനു പറയുന്നു, ദൈവം നേക്കിടാൻ ദൈവനോട് ആശ്രയിക്കും. ഞാൻ എന്നും ദൈവത്തോട് പ്രാർത്ഥിക്കും. മറയ്ക്കാനില്ല എനിക്ക്. ഞാൻ പെർഫെക്റ്റ് ആണെന്നല്ല ഞാൻ, എനിക്കങ്ങനെ പറയാൻ കഴിയില്ല. പക്ഷെ നമ്മളെല്ലാം ഒരു ജേർണിയാണ് ദൈവത്തിൻ്റെതോടൊപ്പം. പെർഫെക്ഷന് വേണ്ടിയുള്ള ജേർണി. ആ ജേർണിയിൽ ദൈവം നമ്മളെ സഹായിക്കും. അവർ 20 നഗ്നരായിരുന്നു, അവർക്ക് നാണം തോന്നിയില്ല. എന്നാൽ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവർ പാപം ചെയ്യുകയാണ്. പക്ഷെ വെയിലറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തെ നടക്കുന്ന ഒച്ച അവർ കേൾക്കുകയാണ്. അറ്റ് ദ ഈവനിങ്, കൂൾ ഓഫ് ദ ഡേ, ഈവനിങ്. എന്താണ് ഈവനിങ് എന്ന് പറഞ്ഞാൽ? ഉച്ചൂടെ കഴിഞ്ഞാല് വെയിലാറുകയാണ്. വെയിലറിയാല് ഇരുട്ട് പരക്കും. എല്ലാ മനുഷ്യ ജീവിതത്തിലും ഒരു സന്ധികളുണ്ട്. എല്ലാ മനുഷ്യരും സന്ധികളൊക്കെ. സന്ധി. ഭാര്യ ഭർത്താവും ഭയങ്കര സന്തോഷമായിട്ട് ജീവിക്കും. എനിക്കറിയാം, തന്റെ ഭർത്താവും ഭാര്യ എവിടുന്ന് പ്രസംഗിച്ചപ്പോൾ ഒരാൾ പറഞ്ഞ, ഞാൻ ഈ അനുഭവം ഇങ്ങനെ പങ്കുവെച്ചു. നല്ല മുടിയുള്ള ഭാര്യ. നാട്ടിലെ കൺസെപ്റ്റിൽ അവർക്ക് കാറൊക്കെ ഉണ്ട്, പക്ഷെ അവര് ബുള്ളറ്റ് ഉണ്ടായിരുന്നു, എൻഫീൽഡ് ബുള്ളറ്റ്. ഭർത്താവിന് ഇഷ്ടമാണ് ഭാര്യയെ സന്ധ്യയാകുമ്പോൾ കുളിച്ച് മുടിയൊക്കെ അഴിച്ചിട്ട് കുളിപ്പില്ലൊക്കെ കിട്ടി അവരെന്നെ കൂടെ ഒന്ന് കറങ്ങാൻ പോകുമ്പോൾ എല്ലാവരും നീണ്ട മുടി. ഒരു സ്ത്രീ സൗന്ദര്യമാണ്. പക്ഷെ പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. ഒരു ബയോപ്സി ചെയ്യണമെന്ന് ആവശ്യപ്പെടും. റിസൾട്ട് വന്നപ്പം ഇച്ചിരി പ്രയാസം. നേരെ അങ്ങ് തിരുവനന്തപുരം RCC. പിന്നെ പറയപ്പെട്ട ഇത്ര നമ്പർ കീമോ റേഡിയേഷൻ. തിരിച്ചു വന്നപ്പോൾ മുടിയില്ല. ആദ്യം ചെയ്ത് ബുള്ളറ്റ് വിൽക്കുക. കാരണം ഇനി അവളെയും കൊണ്ട് യാത്ര ചെയ്യാൻ നമുക്ക് സന്ധ്യ. നല്ല നിലയിൽ പോകുമ്പോൾ ആ ജോലി പോകും. സന്ധ്യ. മോൻ പഠിച്ചു, വീട്ടൊക്കെ കുറച്ച് പേപ്പറുകൂടെ ചെയ്യാനുണ്ട്, സാരമില്ല. പക്ഷെ അമ്മ മോന്റെ മുറി തോത്തപ്പം കിട്ടി കഞ്ചാവിന്റെ കുട്ടി. പിന്നെ അറിഞ്ഞ കാര്യത്തിലൂടെ സന്ധ്യ. കല്യാണം കഴിക്കായിരുന്നു മോള്, എളുപ്പം വേണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ചോദിച്ചു പറഞ്ഞു നമുക്കൊരു അഫയർ ഉണ്ട്. അത് ഒട്ടും നമുക്ക് ചേരാത്തൊരാൾ. ഞാനൊരു കഥയ്ക്കകത്ത് വായിച്ചേ, ദേശമലയാളികളുടെ ഒരു പ്രയാസം. ഞാൻ പറയുന്നത് തെറ്റിദ്ധരിക്കല്ല. ഒരു കഥ സൺഡേ സപ്ലിമെന്റിൽ എപ്പോഴും വായിച്ച വർഷത്തിൽ. അപ്പം പെൺകുട്ടി ഒരു ദിവസം ബോയ് ഫ്രണ്ടുമായിട്ട് വന്നേക്കുന്നത് ഒരു കാറിലാണ്. വീട്ടിലൊക്കെ വന്നു പന്നിയെലിയ ഓടി പോയപ്പോ ഈ വന്ന മനുഷ്യന് ഓടിച്ചിട്ട് ആ എലിയെ പിടിച്ചിട്ട് പറഞ്ഞു, ഇത് എന്റെ ഫേവറേറ്റ് ഫുഡാണ്. അവരുടെ രാജ്യത്ത് അതൊക്കെയായിരുന്നു. അപ്പൊ അമ്മ ഇങ്ങനെ ഫ്ലാറ്റ് ആകുന്നുണ്ട്, മയങ്ങിപ്പോയി. ഒരു ശരാശരി മനുഷ്യന്റെ ജീവിതത്തിലൊക്കെ സംഭവിക്കുന്ന കാര്യം എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയും? പക്ഷെ അപ്പോഴും ഈ സന്ധികളിലൊക്കെ ഇതൊക്കെ സന്ധികളാണ്. കാരണം 30-ാം സങ്കീർത്തനം പറയുന്നു, സന്ധിയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കും, ഉഷസ്സില് ആനന്ദഘോഷം വരും. ഈ സന്ധിയിലാണ് മനുഷ്യൻ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുക. ഈ സന്ധിയിലാണ് മനുഷ്യൻ എങ്ങനെ ജീവിതം ഒടുങ്ങാമെന്ന് ചിന്തിക്കുക. പക്ഷെ ഈ സന്ധികളെ പ്രകാശിപ്പിക്കുന്ന ദൈവത്തിന്റെ കൃപയിൽ
സന്ധ്യങ്കൽ കരച്ചിൽ വന്ന് വ്യാപാരം. എന്നാൽ ഉഷസ്സിലോ ആനന്ദ ഘോഷം വരും. അതുകൊണ്ട് വെയിലാറിയുമ്പോൾ ദൈവം തോട്ടത്തെ അടക്കി. എന്നിട്ട് ദൈവം എന്ത് ചെയ്തു? മനുഷ്യൻ പറഞ്ഞു, അവന് ഭയപ്പെട്ടിട്ട് അത്തിയില കൊണ്ട് മേഡ് ക്ലോത്ത് വിത്ത് ഫിഗ് ലീവ്സ്. പക്ഷെ ഫിഗ് ലീവ്സ് കൊണ്ട് ക്ലോത്ത് ഉണ്ടാക്കിയ ഒരു കുഴപ്പം, വെയിലടിക്കുമ്പോൾ ഇത് ചൂട്ടും. പക്ഷെ അവരെന്ത് ചെയ്തു? ദൈവം വന്നിട്ട് ഒരു സ്കിൻ ക്ലോത്ത് കൊണ്ട് ഒരു ഉടുപ്പുണ്ടാക്കി. ക്ലോത്ത് ഔട്ട് ഓഫ് സ്കിൻ, മൃഗത്തിന്റെ തോല് കൊണ്ട്. അതുകൊണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ കാണുക? മൃഗത്തിന്റെ തോല് കൊണ്ട് ഉടുപ്പുണ്ടാക്കണമെങ്കിൽ മൃഗം കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആരാണ് ആ മൃഗം? യേശു കർത്താവ്. ലോകസ്ഥാപനം മുതൽ അറക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാണ്. കുഞ്ഞാന്റെ രക്തം കൊണ്ട് പാപത്തിന്റെ മഹത്വത പറയുകയാണ്. അപ്പൊ നമ്മുടെ സ്വയം കൊണ്ട്, നമ്മുടെ സ്വയപ്രയത്നം കൊണ്ട്, നമ്മൾ സ്വയം ശ്രമിച്ചത് കൊണ്ട്, ഇഫ് യു ട്രൈ ഇൻ അവർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് അവർ ഓൺ സെൽഫ്, നമ്മുടെ ഒരു സെൽഫ് ആക്ടിവിറ്റി കൊണ്ട് we cannot cover our nakedness of the sin, but it can be covered only by the blood of Jesus. യേശുവിന്റെ രക്തം എല്ലാ പാപം ശുദ്ധീകരിക്കുന്നു. അങ്ങനെ അവര് തോട്ടത്തിൽ ഉടുപ്പുണ്ടാക്കി. പക്ഷെ തോട്ടത്തിൽ അവർ പുറത്താക്കപ്പെട്ടു. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കായീനും ആബേലുമാണ്. കായീൻ ആബേലിനെ കൊല്ലുന്ന ചേട്ടൻ അനിയനെ കൊണ്ടു. ജ്യേഷ്ഠൻ അനുജനെ. വളരെ സീരിയസ് ആയിട്ട് ഓർക്കേണ്ട കാര്യം. എങ്ങാൻ വാസ് കിൽഡ് ബൈ നേട്ടപ്പ. സിബ്ലിംഗ് റിക്കറിന്റെ ഏറ്റവും വലിയ ഒരു കാര്യം, ചേട്ടൻ അനിയനെ കൊല്ലുകയാണ്. എന്നാൽ 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോ നമ്മൾ കാണുന്നത് ഹാനോക്കിന്റെ കാര്യം. ഇനോക്ക് lived 65 years. അവിടെ കാണുന്നു, അവൻ മെഥൂശലഹിനെ ജനിപ്പിച്ചു. He fathered മെഥൂശലഹ്. 65-ാമത്തെ വയസ്സിലാണ് ഹാനോക്ക്. അത് 21-ാമത്തെ വാക്യത്തിൽ കണ്ടോ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 65-ാമത്തെ വയസ്സ് എന്ന് എഴുതിയിട്ടെ. 65, at the age of 65. അപ്പൊ ഒന്ന് കുറിക്കണമേ. കുടി പ്ലീസ് റൈറ്റ് ഇറ്റ് ഡൗൺ. മെഥൂശലഹിന് 65 വയസ്സ് ഉള്ളപ്പോ, സോറി, ഹാനോക്കിന് 65 വയസ്സുള്ളപ്പോ മെഥൂശലഹിനെ, ഈ ഫാദർ മെഥൂശലഹ്. മെഥൂശലഹിന് എന്നുള്ള വാക്കിന്റെ അർത്ഥം ഇതാണ്. It was a revelation. Enoch, he was a prophet. അത് നമ്മള് യൂദയുടെ ലേഖനത്തിൽ വായിക്കുന്നു. മെഥൂശലഹ് എന്നുള്ള വാക്കിന്റെ അർത്ഥം when he dies, it shall be said. അവൻ മരിക്കുമ്പോൾ അത് സംഭവിക്കും. And that is the meaning of the word മെഥൂശലഹ്. അവൻ മരിക്കുമ്പോൾ something is going to happen. ഈ അറിവാണ് ഈ ഹാനോക്കിനെ മാറ്റിയത്. ഹാനോക്കിന് ഒത്തിരി ചേഞ്ചസ് ഉണ്ടായി. എന്തുകൊണ്ടാ? മെഥൂശലഹിന്റെ ജന്മത്തോടുകൂടി അവൻ മരിക്കുമ്പോൾ എന്തോ സംഭവിക്കുന്നുള്ളൊരു അറിവ് ഈ മനുഷ്യനെ വല്ലാതെ ഭയം. എന്താണെന്ന് അറിയത്തില്ല, ഒരു റെവലേഷൻ. അതോടുകൂടി he was changed. He started to walk with God. ദൈവത്തോടൊപ്പം നടക്കാൻ തുടങ്ങി. അതൊരു അപ്പനായപ്പോൾ ദൈവത്തോടൊപ്പം നടക്കാൻ തുടങ്ങി. ആർക്ക് വേണ്ടി? ഈ അറിവിന്. അതുകൊണ്ട് തന്നെ അവൻ മരിക്കരുത് പ്രാർത്ഥിച്ചുകയാണ്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ആയുസ് ജീവിച്ചിരുന്ന ഒരാള് മെഥൂശലഹ്. എത്രയായിരുന്നു ഏജ്? 969 വർഷം. 969 കാണുന്നുണ്ട്. Thus all the days of Methuselah were 969 years and he died. 969. കുറിച്ചിട്ട് മെഥൂശലഹ് എന്നുള്ള മനുഷ്യന്റെ ആയുസ്
960. ഈ മെഥൂശലഹിന് 187 വയസ്സായപ്പോ അവൻ ലാമക്കിനെ ജനിപ്പിച്ചു. ലാമക് 187. അപ്പൊ ടോട്ടൽ ആയുസ് 969. അതിനകത്ത് 187 കുറച്ച് വിൽ ഗെറ്റ് എ നമ്പർ 782. ഓക്കെ ആണല്ലോ. 782 അടുത്ത കാണുന്നു. ലാമക്കിന് 182 വയസ്സ്. When Lamech had lived 182 years, he fathered a son and called his name Noah. 182 വയസ്സായി. അപ്പൊ 782 182 കുറച്ചാൽ വിൽ ഗെറ്റ് എ നമ്പർ 600. ഈ 600 ആയതിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. നോഹയ്ക്ക് 600 ഇയേഴ്സ് ആയപ്പോഴാണ് ഫ്ലഡ് ഉണ്ടായത്, വെള്ളപ്പൊക്കം ഉണ്ടായത്. അപ്പൊ നോഹയ്ക്ക് 600 വയസ്സായപ്പോൾ മെഥൂശലഹിന് എത്രയായി? 969. 600 പ്ലസ് 182 പ്ലസ് 187. You'll get a number 969. അപ്പൊ മെഥൂശലഹൻ മരിച്ച വർഷം ഈ പ്രളയം ഉണ്ടായി. ഇങ്ങനെ സംഭവിക്കുമെന്ന് ഹാനോക്കിന് ഒരു ഫോർനോളജ് ഉണ്ടായത്, ഒരു മുന്നറിവുണ്ട്. ആ മുന്നറിവാണ് മെഥൂശലഹിന് വേണ്ടി ദൈവത്തോടൊപ്പം നടക്കാനിടയായത്. അപ്പോ ഇവിടെ വളരെ ഗൗരവമായി ഓർക്കേണ്ട കാര്യം, ഹാനോക്ക് എന്നുള്ളൊരു അപ്പന്റെ പ്രത്യേകത, ഹാനോക്കിന് മുന്നറിവുള്ള ഒരു മനുഷ്യനാണ്. He was a prophet. മുന്നറിവുണ്ടായിരുന്നു. എന്നെ കേൾക്കുന്ന എല്ലാ പേരൻസിനോടും പ്രിയപ്പെട്ടു പറയട്ടെ, നമുക്ക് മുന്നറിവുള്ളവരായിട്ട് ജീവിക്കണം. നമ്മൾ എവിടെ ആണെങ്കിലും നമുക്ക് മുന്നറിവാണ്. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തെ കുറിച്ച്, കുഞ്ഞുങ്ങളെ കുറിച്ചൊക്കെ മുന്നറിവുണ്ട്. ഞാൻ പറയും, എന്നെ പോലെ ഒരു തലമുറ അല്ലെ പിടിക്കുന്ന പല്ലെ പോലെ ഇന്ന് ദൈവസന്നിധി നിൽക്കുന്ന മുന്നറിവുള്ള ഒരു പേരൻസ് ഉണ്ടായിരുന്നു, ദൈവദാസന്മാർ ഉണ്ടായിരുന്നു. അനങ്ങാൻ സമ്മതിക്കത്തില്ല. അനങ്ങി അവർ വെളിപ്പാടി പിടിക്കുമായിരുന്നു. പേടിയായിരുന്നു. പ്രവാചകന്മാരൊക്കെ വരുമ്പോൾ പോയി നിൽക്കാൻ പേടിയായിരുന്നു. കാരണം അവർ കാണുന്നതെല്ലാം വിളിച്ചു പറഞ്ഞു. അതിനുവേണ്ടി എത്ര വട്ടം പ്രവാചകൻ തലേ കൈ നമ്മൾ പോയി ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. കർത്താവേ വെളിപ്പെടല്ലേ, ഏറ്റു പറഞ്ഞതിനെ ക്ഷമിക്കണേ. പേടിയാണ്, മുന്നറിവ്. പക്ഷെ ഇന്നിന്റെ പ്രശ്നം മുന്നറിവുള്ളവരില്ല. ഇന്നത്തെ തലമുറയ്ക്ക്, ഇന്നത്തെ ലോകത്തിന് നമുക്ക് ആവശ്യം മുന്നറിവുള്ള വ്യക്തികളായിട്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവം എന്താണ് അവരുടെ ജീവിതത്തിൽ നാളെ സംഭവിക്കുക. ഞാൻ ദൈവദാസനാണ്. എന്റെ സഭയിലെ മക്കൾക്ക് എന്താ സംഭവിക്കുക? ഇപ്പൊ കോവിഡൊക്കെയാണ്, നമുക്ക് കൂടാൻ ഒക്കുന്നില്ല. ട്രിപ്പിൾ ലോക്ക്ഡൌൺ. നാളെ ഞായറാഴ്ചയാണ്, പക്ഷെ ട്രിപ്പിൾ ലോക്ക്ഡൌൺ. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഏതായാലും ആരാധനയുണ്ട്. We don't know what is going to happen. പക്ഷെ ഇതിന്റെ നടുവിൽ ദൈവത്തോട് പ്രാർത്ഥിക്കും. എന്ത്? ഒരിക്കലും മുന്നറിവുള്ളവരുണ്ടോ? ദൈവം ഒരു മുന്നറിവിന് വേണ്ടി പ്രാർത്ഥിക്കും നമ്മുടെ കുടുംബത്തെ കുറിച്ച്. അപ്പൊ ഞാൻ എന്റെ പിതാവിനെ സംബന്ധിച്ചോളം ഞാൻ ഓർക്കുന്ന ഒരു അഭിമാനത്തോടെ ഓർക്കട്ടെ, ഞങ്ങളുടെ സഭയിൽ ഈച്ച കയറി എന്നൊക്കെ അറിയാം. കുഞ്ഞുങ്ങളൊക്കെ അനങ്ങിയ സ്നേഹത്തോട് വിളിക്കും, മക്കളീ വന്നേ. എന്നാടാ? ഒന്നുമില്ല അപ്പൊ ഞാൻ ഉണ്ടല്ലോ, ഇല്ലല്ലോ, ഉണ്ടല്ലോ. ബാധിക്കുമ്പോ വിളിച്ചിരുത്തി കറക്റ്റ് സ്ഥലം, കറങ്ങാൻ പോയ ഇടം, ബൈക്കിന്റെ കളറ്, ഇതൊക്കെ പറയുമ്പോൾ പിള്ളേർ നെടുപ്പാട് വീണ് കരയും. എല്ലാം രക്ഷപ്പെട്ടു. പക്ഷെ ആ മുന്നറിവ് എനിക്കില്ലെന്നുള്ളത് എൻ്റെ ഒരു സമയം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കണം, എനിക്ക് ആ മുന്നറിവ്, ആ ഫോർമാലിറ്റി വേണം. എന്താ? നാളെ നടക്കാൻ പോകുന്ന ഇതൊരു 4 തലമുറയ്ക്ക് ശേഷമാണ്. മെഥൂശലഹ്, ലാമക്ക്, നോഹയുടെ പിള്ളേര്. അന്നത്തിന് ഹാനോക്ക് മരിച്ചിട്ട് എത്ര വർഷം കഴിഞ്ഞു? പക്ഷെ എന്നിട്ടും ആ പ്രാർത്ഥന ജീവനുണ്ടായിരുന്നു. ഈ പ്രളയത്തിൽ രക്ഷപ്പെട്ടത് ഹാനോക്കിനെ കൊച്ചുമക്കൾ. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, ചിലപ്പോ നമ്മൾ മരിച്ചാൽ നമ്മുടെ പ്രാർത്ഥന മരിക്കത്തില്ല. ആ പ്രാർത്ഥനയെല്ലാം ദുരിതിക്കണം. കണ്ണീര് വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. തുരുത്തി നിറയുമ്പോൾ
അളന്നെടുത്ത് അനുഗ്രഹമേകുന്നൊരേശു. കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന ഒരേ നാഥനുണ്ട്. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്ന ഒരു യേശുവുണ്ട്. ആരെല്ലാം എന്നെ അകറ്റി നിർത്തിയാലും, ആരെല്ലാം എന്നെ അകറ്റി നിർത്തിയാലും നെഞ്ചോട് ചേർക്കുന്ന ഒരു യേശുവുണ്ട്. എന്നെ നെഞ്ചോട് ചേർക്കുന്ന ഒരു യേശുവുണ്ട്. കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനും. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നു യേശുവുണ്ട്. കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനും. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നു യേശുവുണ്ട്. നമുക്ക് ദൈവസന്ധി പ്രാർത്ഥിക്കാൻ കഴിയും. മുന്നറിവിന് വേണ്ടി വളരെ ഗൗരവമായ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പങ്കുവെച്ച് പ്രാർത്ഥനയ്ക്കാൻ ആവശ്യപ്പെടുക. ഒരു തലമുറയ്ക്ക് വേണ്ടി, വരാൻ പോകുന്ന മക്കൾക്ക് വേണ്ടി ദൈവമേ മുന്നറിവിൽ നിന്ന് പ്രാർത്ഥിക്കാൻ കഴിയും. മുന്നറിവ്, അങ്ങനെ ഒരു മുന്നറിവ് എനിക്ക് വേണം. ദൈവദാസനിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞാൻ പ്രാർത്ഥിക്കുന്നു എന്റെ സഭയെ കുറിച്ച് മുന്നറിയിക്കുന്നു. അപ്പുറത്തല്ല ഞാൻ പ്രാർത്ഥിക്കുന്നു എന്റെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള മുന്നറിവ്. രാത്രി ഒരു മുന്നറിവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെല്ലാം ദൈവസത്തെ പ്രാർത്ഥിച്ചു. ഒത്തിരി നേരം പ്രസംഗിച്ചു എന്നുള്ളതല്ല, ഒരു മുന്നറിവിന് വേണ്ടി വളരെ ഗൗരവമായി ഓർക്കുക. എനിക്കൊരു മുന്നറിവ് തരണം, ഞാനത് ആഗ്രഹിക്കും. അതൊരു ദർശനമാകാം, പ്രവചനമാകാം, നിയോഗങ്ങളാകാം, ദൈവം തട്ടിയുണർത്തുന്നതായിരിക്കാം. പക്ഷെ മുന്നറിവ് പ്രാർത്ഥിച്ച്, ഗൗരവമായി പ്രാർത്ഥിച്ചു. മുന്നറിവിലെ പാടാകട്ടോ. നമ്മുടെ നാളുകളെ കുറിച്ച് നമുക്കൊരു മുന്നറിവ്, വരാൻ പോകുന്ന തലമുറയെ കുറിച്ചുള്ള അത് ഹാനോക്കിനെ അസ്വസ്ഥനാണ്. അത് ഹാനോക്കിനെ പ്രാർത്ഥന മുറിക്കായി. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 7-ാം അധ്യായത്തിലാണ് കാണുക, നോഹയ്ക്ക് ജലപ്രളയം ഉണ്ടായപ്പോൾ നോഹയ്ക്ക് 600 വയസ്സായിരുന്നു. 7:6 ഭൂമി ജലപ്രളയം ഉണ്ടായപ്പോൾ Noah was 600 years old when the flood of waters came upon the earth. അപ്പൊ 600 വയസ്സായപ്പോ മെഥൂശലഹിന് 969. കൃത്യമാണ് കണക്കുകൾ. എന്നൊരു ദൈവം ആ കാലഘട്ടത്തിൽ ആ കൊച്ചുമനെ തെരഞ്ഞെടുത്ത് പറഞ്ഞു, നീ പെട്ടകം പണിയ. അവൻ പെട്ടകം പണിതില്ല. എന്താ പണിതത്? ഗോഫർ മരം കൊണ്ടൊരു പെട്ടകം പണി. അത് ദൈവം കുറച്ച് നിഷ്കർഷ കൊടുക്കുന്നു. എന്താണ്? 6:14 നീ ഗോഫർ മരം കൊണ്ടൊരു പെട്ടകം ഉണ്ടാക്കുക, പെട്ടകത്തിന് അറകൾ ഉണ്ടാക്കും. യു ഹാവ് ടു മേക്ക് ആർക്സ്, റൂംസ് ഇൻ ദാറ്റ് ആർക്ക്. എന്താണ് റൂംസ്? നമ്മുടെ പ്രൈവസിയാണ്. കാരണം ഇത്രയും മൃഗങ്ങളെല്ലാം ഉള്ള പെട്ടകത്തിൽ നിനക്കൊരു സപ്രഷൻ വേണം, മറ്റുള്ളവര് വേർപാട്, സെപ്പറേഷൻ. അതുകൊണ്ട് യു ഹാവ് ടു മേക്ക് റൂംസ്. നമ്മുടെ ഈ ലോകത്താണ്, പക്ഷെ വി നീഡ് റൂംസ് ടു സ്പെൻഡ് വിത്ത് ഗോഡ്. റൂംസ്, സ്വകാര്യതകൾ. ദാമ്പത്യ ജീവിതത്തിൽ റൂംസ് വേണം, സ്വകാര്യത, പ്രൈവറ്റ് മൊമെന്റ്സ്. ഓരോരുത്തരും ഓരോ. പക്ഷെ ഇന്ന് പറ്റിയേക്കുന്നത് മുറികളല്ല ഉള്ളത്, റൂംസ് അല്ല, മതിലുകളാണ്.
walls are. We do not need walls in our homes, but we need rooms in our. ഞാൻ പറയട്ടെ, ഞാനൊരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അപ്പൊ മോന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റാ. അവിടെ ചെന്നിട്ട് ഞാൻ അമ്മ മോന് ടെസ്റ്റ് അയക്കും. മോൻ അപ്സ്റ്റെയറിലുണ്ട്. സൺ കുഡ് യു പ്ലീസ് കം ഡൗൺ, പാസ്റ്റർ പ്ലീസ് മീറ്റ്. ഒരു റിപ്ലൈ വന്നു, എന്നെ വായിച്ച് കേൾപ്പിച്ചു. ഐ എം നോട്ട് ഇൻ എ മൂഡ് ടു കം, സോറി. ഞാൻ പറഞ്ഞു, എന്തിനാ പേടിക്കുന്നത്, ഞാൻ പോയി വിട്ടു വിളിക്കാം. അവിടെ പറഞ്ഞു, അങ്ങനെ ഒക്കത്തില്ല, വയലന്റാവും. ഇവിടെ ആ വീട്ടില് മുറിയല്ല ഉള്ളത്, മതിലാ ഉള്ളത്. 6 അടി ബെഡാണ്, ഫാമിലി കോട്ട്. പക്ഷെ ഭർത്താവ് അങ്ങേറ്റത്, ഭാര്യ ഇങ്ങേറ്റത്. സോഷ്യൽ ഡിസ്റ്റൻസിങ് അല്ല, കൂടുതലായിരിക്കും. രണ്ടിന്റെ ഇടയ്ക്ക് വലിയൊരു മതിലാണ്. നമുക്ക് വേണ്ടത് മതിലുകളല്ല, നമുക്ക് വേണ്ടത് മുറികളാണ്. മതിലുകൾ പാടില്ല. നമ്മുടെ വീടിനകത്ത് മതിൽ വേണ്ട, നമ്മുടെ സഭയ്ക്കകത്ത് മതിൽ വേണ്ട, നമുക്ക് എന്തെങ്കിലും മതിൽ. ബട്ട് വി നീഡ് റൂംസ്, നോട്ട് വാൾസ്. പക്ഷെ ഇവരോട് പിന്നെയും പറഞ്ഞു കേട്ടോ, അവർ പണിത പെട്ടകത്തിന് 3 തട്ടുകളുണ്ടായിരുന്നു. താഴത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ തട്ട്. ലോവർ, സെക്കൻഡ് ആൻഡ് തേർഡ് ഡെക്ക്. 3 ഡെക്കുകൾ ഉണ്ടായിരുന്നു. അപ്പർ ഡെക്ക് ഉണ്ട്, മിഡിൽ ഡെക്ക് ഉണ്ട്, ലോവർ ഡെക്ക് ഉണ്ട്. ഇത് നമ്മൾ ഓർക്കണം. നമ്മുടെ എല്ലാം മനസ്സ് ഇതുപോലെ കോംപ്ലിക്കേഷനാണ്. എന്താണ്? ഒരു ഉപബോധ മനസ്സുണ്ട്, സബ് കോൺഷ്യസ് മൈൻഡ്, കോൺഷ്യസ് മൈൻഡ്. അപ്പൊ തന്നെ ഒരു സൂപ്പർ സ്പിരിച്വൽ ഒരു റെലവന്റ്. അതാണ് ഗോഡ് സ്പേസ്, ദൈവത്തോടൊപ്പം. അപ്പൊ നമ്മുടെ വീടുകൾക്ക് പെട്ടകത്തിന്, നോഹയോട് പറഞ്ഞു നീ പെട്ടകം പണി. പക്ഷെ പെട്ടകത്തിന് യു ഹാവ് ടു മേക്ക് റൂംസ്. 2, അതിന് ഒരു മുകൾ തട്ട് വേണം, അപ്പർ ഡെക്ക് വേണം. എന്തിനാണ് അപ്പർ ഡെക്ക്? ലോവർ ഡെക്ക് നമ്മുടെ ഒരു ഇന്നലകളാണ്, മിഡിൽ ഡെക്ക് നമ്മുടെ ഇന്നുകളാണ്. പക്ഷെ വി മസ്റ്റ് ഹാവ് ആൻ അപ്പർ ഡെക്ക്. മീൻസ് നമ്മുടെ വീടുകൾക്ക് എല്ലാ ദൈവത്തോട് സംവാദിക്കാനുള്ള ഒരു അപ്പർ ഡെക്ക്, ഒരു മുകൾ തട്ട്. ദൈവസന്നിധി എപ്പോഴും പോയിരുന്ന് പ്രാർത്ഥിക്കാൻ മുകൾ തട്ട്. അങ്ങനെ മുകൾ തട്ടുള്ള മുറികളുള്ള ഈ പെട്ടകം നടക്കാൻ തുടങ്ങി. വെള്ളം പൊങ്ങി ഒഴുകാൻ തുടങ്ങി. ആ ചരിത്രങ്ങളിലേക്ക് പോകുന്നില്ല. പെട്ടകം വരാരാത്ത പർവ്വതത്തിൽ ഉറച്ചു. അവർ പുറത്തിറങ്ങി. അവരെന്ത് ചെയ്ത്? യാഗം കഴിച്ചു. സാക്രിഫൈസ്. നോഹ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. Then Noah built an altar to the Lord. യാഗം കഴിച്ചു, യാഗപീഠം പണിതുപോയി. He built an altar to the Lord. ദൈവത്തിന് ഒരു യാഗപീഠം പണിതു. എന്നിട്ട് അവിടെ യാഗം കഴിച്ചു, ശുദ്ധിയുള്ള മൃഗങ്ങളെ കൊണ്ട്. എന്താണ് യാഗം? സാക്രിഫൈസ് ആണ്. Somebody is dying for someone else. That is what is sacrifice. യാഗം. മൃഗമൊക്കെ നമ്മുടെ പാപത്തിന് പകരം മരിക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് എന്താ? അവരിന് വേണ്ടി, മറ്റൊരാൾക്ക് വേണ്ടി ഏൽക്കപ്പെടുന്ന സഹനങ്ങളാണ് ത്യാഗം. I am suffering myself. I am struggling for someone else. And that is what is sacrifice. യാഗം. അവിടെ ത്യാഗമാണ്, സാക്രിഫൈസ് ആണ്. ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ, മറ്റൊരാൾക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്നതാണ് കുടുംബം. ഭർത്താവിന് വേണ്ടി ഭാര്യ, ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവ്, മക്കൾക്ക് വേണ്ടി പേരൻസ്. ത്യാഗമാണ്. പക്ഷെ വേറെ കാര്യം, ഈ ത്യാഗം ചെയ്ത് ജനം പുറത്തിറങ്ങിയപ്പോൾ 9-ാം അധ്യായത്തിൽ കാണുന്നു, അവരെ പൊതിഞ്ഞൊരു മഴവിൽ ഉടമ്പടി ഉണ്ടായിരുന്നു. ഞാൻ നിന്നെ നശിപ്പിക്കുന്നു. അപ്പൊ എന്താ ഓർക്കേണ്ടത്? നമ്മൾ ഉടമ്പടി ചെയ്താൽ നമ്മുടെ മുകളിൽ ഒരു ഉടമ്പടി കാണാം, ദൈവത്തിന്റെ ഉടമ്പടി. അതെന്താണ്? ഞാൻ തന്നെ നശിപ്പിക്കുന്നില്ല. ഇതിനെല്ലാം നടുവിലും ദൈവത്തിന്റെ ഉടമ്പടി കണ്ടുകൊണ്ട് ജീവിക്കാൻ കഴിയും. ദൈവത്തിന്റെ മഴവിൽ, ദൈവത്തിന്റെ മഴവിൽ. അതുകൊണ്ട് കണ്ട് ജീവിപ്പാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. മുറികൾ വേണം, അപ്പർ ഡെക്ക് വേണം. ഞാൻ 3 ഘട്ടങ്ങൾ പറയാം. 1, മുന്നറിവ് വേണം. 2, മുറികൾ വേണം, സ്വകാര്യതകൾ പ്രാർത്ഥിക്കാൻ, ദൈവത്തോടൊപ്പം, മനുഷ്യനോടൊപ്പം. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾക്ക് മുകൾത്തട്ട് വേണം. മുകൾത്തട്ടുണ്ടോ, മുന്നറിവുണ്ടോ, ഒരു കാര്യം ചെയ്യാൻ കഴിയും. മതിലുകളില്ലാതെ ജീവിക്കാൻ കഴിയും. അവിടെ സാക്രിഫൈസ് ആണ്. അപ്പൊ അവിടെ ദൈവത്തിന്റെ ഉടമ്പടി വന്നു, ഞാൻ തന്നെ ഒരിക്കലും നശിപ്പിക്കുന്നില്ല. അതുകൊണ്ട് അത് കണ്ടുകൊണ്ട് ജീവിക്കാൻ നമ്മുടെ ദൈവം സഹായിക്കേണ്ടത് ഞാൻ പ്രാർത്ഥിക്കുന്നു, ഹൃദയംഗമായി പ്രാർത്ഥിക്കും. ഈ 2 ദിവസത്തെ ക്ലാസ്സിൽ ഞാൻ എന്നെ ക്ഷണിച്ച
ഷൈൻ പാസ്റ്ററോട്, സഭയോട്, എന്റെ പ്രിയപ്പെട്ട സഹോദര സാഞ്ചനോട് എല്ലാവരോടും നന്ദി അറിയിക്കും. ദൈവം സഹായിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. മുന്നറിവ് വേണം, മുറി വേണം, മുകൾ തട്ട് വേണം, ഉണ്ട്. നമ്മളെ പൊതിഞ്ഞ് മഴ വയ്ക്കാം. ദൈവം സഹായിക്കട്ടെ.